സംസ്ഥാനത്ത് കാലവർഷത്തിന് മുന്നോടിയായി മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബുധനാഴ്ചയോടെ കാലവർഷം എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് കാലവർഷത്തിന് മുന്നോടിയായി മഴ കനക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം കാലവർഷം ബുധനാഴ്ചയോടെ എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ബുധനാഴ്ച എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ 5 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുള്ളത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നിവിടങ്ങളിലാണ് ഓറഞ്ച് അലർട്ട്. വ്യാഴാഴ്ച 7 ജില്ലകളിൽ തീവ്രമഴ മുന്നറിയിപ്പുണ്ട്. ആദ്യ ആഴ്ചയിൽ കാലവർഷം ശക്തമായിരിക്കുമെന്നാണ് നിഗമനം. നിലവിൽ അറബിക്കടലിൽ കേരള തീരത്തോട് ചേർന്നുള്ള ചക്രവാത ചുഴി 2 ദിവസത്തിനുള്ളിൽ ദുർബലമാകുന്നതോടെ പടിഞ്ഞാറൻ കാറ്റിന് തടസ്സം നീങ്ങും. തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും എത്താൻ അനുകൂലമായ സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. ഇതോടൊപ്പം തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ, തെക്കുകിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് ദ്വീപുകൾ എന്നിവയുടെ കൂടുതൽ ഭാഗങ്ങളിലേക്കും മധ്യ പടിഞ്ഞാറൻ, മധ്യകിഴക്കൻ, വടക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ കൂടുതൽ ഭാഗങ്ങളിലേക്കും തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങളിലേക്കും കാലവർഷം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. തെക്കുകിഴക്കൻ അറബിക്കടലിനും സമീപ പ്രദേശങ്ങൾക്ക് മുകളിലായി നിലനിന്നിരുന്ന ചക്രവാത ചുഴി തെക്കുകിഴക്കൻ അറബിക്കടലിനും തെക്കൻ കേരള തീരത്തിനും സമീപത്തുമായി സമുദ്രനിരപ്പിൽ നിന്ന് 3.1 മുതൽ 5.8 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും സമീപ പ്രദേശങ്ങൾക്ക് മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴി സമുദ്രനിരപ്പിൽ നിന്ന് 3.1 മുതൽ 7.6 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും സമീപ വടക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് 5.8 കിലോമീറ്റർ വരെ ഉയരത്തിൽ മറ്റൊരു ചക്രവാത ചുഴിയുമുണ്ട്. ഈ സാഹചര്യത്തിൽ ജൂൺ 3, 4 തീയതികളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. അതേസമയം കേരള ലക്ഷദ്വീപ് തീരത്ത് വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.